നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനുമൊക്കെ കളങ്കം ചാർത്തിയ ദിവസങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് നടക്കുന്നത്. ഒരു പാർലമെൻറ്റ് അംഗമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് നേടിയെടുത്ത് ജയിച്ചു വരുന്ന ആളുകളാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ സമരത്തെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് വളരെ പ്രാകൃതമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഉണ്ടാകാത്ത നരനായാട്ടാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ പേരിൽ സ്വീകരിച്ചത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ പ്രായാധിക്യമുള്ള മല്ലികാർജുന ഖാർഗെ വരെ ആ സമരത്തിൽ പങ്കെടുത്തു. ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച രണ്ട് പ്രധാനമന്ത്രിമാരാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ഗാന്ധിയും. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കളാണ് ശ്രീ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും. രാജീവ് ഗാന്ധിയുടെ മക്കളാണ്. രണ്ടുപേരും പാർലമെൻറ്റ് അംഗമാണ്. അതിലൊരാൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും താഴെയിട്ട് വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത്. ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള എല്ലാ എംപിമാരെയും ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ ആ തിക്കിനും തിരക്കിലും ഇടയിൽപ്പെട്ട് എൻ്റെ കണ്ണാടി നഷ്ടപ്പെട്ടു. എൻ്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് ആളുകൾ മുമ്പോട്ട് നീങ്ങിയത്. അവസാനം KC വേണുഗോപാൽ എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇതിനകത്ത് പങ്കെടുക്കേണ്ട, മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലും ഞാൻ കേൾക്കാതാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. ഇന്ന് പാർലമെൻറ്റ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ സുഗമമായി പ്രവർത്തിക്കാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ക്രൂരമായിട്ടാണ്, പൈശാചികമായിട്ടാണ് വലിച്ചടിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ കൂടെ ചോര വാർന്നൊലിക്കുന്ന രംഗം എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കയ്യിൽ ഈ പരീക്ഷ കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിരിക്കുന്നത്. 93 വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാസമായി 12 പേരാണ് മരിച്ചത്. ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നഷ്ടപരിഹാരം കൊടുക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. മൂന്നാമത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സഭയിൽ വന്ന് പരസ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണം.